കൊള്ളാടിപൊളിയുടെ മാസ് ജാതി വരണ മാസ്. രാജുവേട്ടന് ഇത്രയും തോന്നെ എന്താ പറയുക ആക്ഷൻ കാര്യങ്ങളെല്ലാം കിട്ടുന്നുള്ള ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ രാജുവേട്ടൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. പ്രഭാസ് വേറെ ലെവല്. രക്ഷയില്ല, അടിപൊളി പടം, കൊള്ളായിരുന്നു. രാജുവേട്ടൻ കൊള്ളായിരുന്നു. മ്യൂസിക് അടിപൊളിയായിരുന്നു. KGF-ന്റെ ഒരു സ്റ്റാർ സ്റ്റൈൽ തന്നെ പിടിച്ചേക്കണത് നല്ലായിരുന്നു. പടം മൊത്തത്തിൽ അടിപൊളിയാ. പടം സൂപ്പറാ. ഫസ്റ്റ് ഹാഫ് പൊളിച്ച് ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് പിന്നെ സെക്കൻഡ് ഹാഫ് ഒരു ഇച്ചിരി ലാഗായി പോയി. പക്ഷെ എന്നാലും കൊള്ളാം, സൂപ്പർ പൊളി. ഒരു KGF-ന്റെ ഒക്കെ ഒരു ആ ഒരു തന്നെയാണ്, ഫീൽ തന്നെയാണ്. സോ അങ്ങനത്തെ ഒരു മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെയാണ്. ആ സെയിം ടൈപ്പാണ്, ഓക്കെയാണെല്ലാം. സൂപ്പറായി പടം അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. പൃഥ്വിരാജിന്റെ അടിപൊളിയാണ്, നല്ല സ്ക്രിപ്റ്റ്, നന്നായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ എക്സ്പെക്ട് ചെയ്തൊക്കെ കിട്ടി. നല്ല അടിപൊളി പടം, നന്നായിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. ഭയങ്കര ഇഷ്ടമായി, നന്നായിട്ടുണ്ടായിരുന്നു. അതായത് KGF-നെക്കാട്ടിലും എന്താ പറയുക, നന്നായിട്ടുണ്ട്. ഫാമിലി ഓഡിയൻസ് എന്ന് പറയാൻ പറ്റില്ല. നിറയെ പോയിന്റ്സ് നന്നായിട്ട് കാണാൻ പറ്റും, നന്നായിട്ട് അടിപൊളിയായിട്ട്. സെൻറ്റിമെൻ്റൽ ആയിക്കോട്ടെ, ഫൈറ്റ്സ് ആയിക്കോട്ടെ, ഫൈറ്റ്സ് അന്യായമുണ്ടോ, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഗൂസ് ബംസ്, ജസ്റ്റ് ഗൂസ് ബംസ്. അടിപൊളി. KGF എന്നല്ല, ഇന്ത്യൻ സിനിമയിൽ ഇത്രയും ആക്ഷനിൽ പോയി ഞാൻ അതേതാണ്. അടിപൊളി, ഒന്നും പറയാനില്ല. നമ്മളിങ്ങനെ കണ്ടുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ വണ്ടർ അടിച്ചിരിക്കും, അത്ര അടിപൊളിയായിരുന്നു. അടിപൊളി, സൂപ്പർ പെർഫോമൻസ്, ഒന്നും പറയില്ല. പ്രഭാസ് അടിപൊളി, രാജുവേട്ടൻ അടിപൊളി, സൂപ്പർ സ്റ്റോറി, മ്യൂസിക്കും കൊള്ളാം. സെക്കൻഡ് ഹാഫ് അടിപൊളി, ഫസ്റ്റ് ഹാഫിനെക്കാളും ബെറ്റർ സെക്കൻഡ് ഹാഫ്. നല്ല പടമായിരുന്നു, എല്ലാം ഫാമിലി ആയിട്ട് ഈ ഫാൻസിനുണ്ട് പടം. ഫാമിലി കൈൻഡ് ഓഫ് ഇമോഷൻസ് ഒന്നും അതിലില്ല. ഒരു രണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു ഇതാണ് ആ പടത്തിൽ കാണിക്കണം ഫുള്ള്. അത്രേ ഉള്ളൂ. സെക്കൻഡ് പാർട്ടും കൂടി വന്നാലേ എനിക്ക് ഒന്നുകൂടി കൺവിൻസ്ഡ് ആവുള്ളൂ. സെക്കൻഡ് പാർട്ട് വെറുതെ കിടിലും ബ്രോ, അതിനെ പറ്റി ഒന്നും പറയാനല്ല, പോയി കാണ്. വെറുതെ കിടിലും, ഒന്നും പറയാനല്ല. പ്രഭാസ് വെറുതെ മാസ്, മുറ്റോളി. ഓക്കെയാണ്. ഇനി സെക്കൻഡ് പാർട്ട് വന്നാലാണ് കുറച്ചും കൂടി സ്റ്റോറി വൈസ് ഉണ്ടാവുള്ളൂ. ഒരു KGF 2-യുടെ ടോണിലാണെല്ലാം. KGF 1 എത്ര സ്ട്രോങ് സ്റ്റോറി ആയിരുന്നു, അത്ര സ്ട്രോങ് സ്റ്റോറി, അത്ര ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്നില്ല ഇത് സലാറ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഞാൻ അത്ഭുതപ്പെടുന്ന എപ്പോഴും പ്രഭാസിന്റെ ഒരു സ്റ്റാർഡം നമുക്ക് അത് തോപ്പിക്കാനേ പറ്റത്തില്ല. അതായത് ഫസ്റ്റ് 5 ഹയസ്റ്റ് ഗ്രോസിംഗ് വേൾഡ് വൈഡ് ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് നമ്മൾ നോക്കുവാണെങ്കിൽ പുള്ളിക്കാരൻ്റെ ആദിപുരുഷും ബാഹുബലി 2-യും അവിടെ നിൽക്കുവാണ്. ഇതിൻ്റെ കൂടെ സലാറും വരും. എത്ര മോശം പടമാണെങ്കിലും സലാറും വരും. പിന്നെ ബാക്കിയുള്ളത് പിന്നെ RRR-ഉം നമ്മുടെ KGF 2-യുമാണ്. പക്ഷെ സലാറ് ഓപ്പണിംഗ് കിട്ടുന്നത് പ്രഭാസ് ഉള്ളതുകൊണ്ടാണ്. പക്ഷെ പ്രഭാസിനെ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഡയറക്ടേഴ്സ് എനിക്ക് തോന്നുന്നത് SS രാജമൗലി മാത്രമാണെന്നാണ് തോന്നുന്നത്. കാരണം അങ്ങനെ പുള്ളി ഒരു ഡൈനോസോർ പോലാണ്. വരുമ്പോൾ സ്ക്രീനിൽ നമുക്ക് കണ്ണൊന്നും, നമുക്ക് ഒരു മിനിറ്റ് പുള്ളിയെ നോക്കാതിരിക്കാൻ വയ്യ, അതുപോലെ പ്രസൻസ് ആണ് പുള്ളിയുടെ. അപ്പോൾ ആ പ്രസൻസ് യൂട്ടിലൈസ് ചെയ്യാൻ രാജമൗലിക്ക് കഴിഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. അത് പ്രശാന്ത് നീലും ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയിരുന്നു KGF 1 കണ്ടപ്പോൾ. ഞാൻ വിചാരിച്ചു ഇതൊരു വേറെ ലെവൽ ഡയറക്ടറാണ്. പക്ഷെ KGF 2 കണ്ടപ്പം ഓൺലി സ്റ്റൈൽ, നോ സബ്സ്റ്റൻസ് എന്നും തോന്നി. വെറും സ്റ്റൈലായിരുന്നു, ഒരു എക്സ്റ്റൻഷൻ ഓഫ് KGF 1. പക്ഷെ അതുപോലെ ഇത് തന്നെ തോന്നുക, അതായത് അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പൃഥ്വിരാജിൻ്റെ എൻഡിലാവുമ്പം കുറച്ച് ഫൈറ്റ് സീൻസ് നന്നായിട്ടുണ്ടായിരുന്നു. ഒരു പാച്ച് പൃഥ്വിരാജിന് നന്നായിട്ടുണ്ടായിരുന്നു. പ്രഭാസ് കൊടുക്കാവുന്ന എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു സ്റ്റോറിക്ക് അതൊരു ഇതില്ലെങ്കിൽ നമുക്ക് എത്രയും പുള്ളി ചെയ്താലും അത് സാറ്റിസ്ഫൈ ആവത്തില്ല. നല്ല പടം, അടിപൊളി പടം, നന്നായിട്ടുണ്ട്, കൊള്ളാം, സൂപ്പർ പടം. ക്ലൈമാക്സ് അടിപൊളി, സെക്കൻഡ് പാർട്ട് ഉണ്ടാവും, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നല്ല പടം. Neetu's Academy, India's #1 language academy.